അതിൻ്റെ പേര് നിയന്ത്രിത ബുദ്ധി. അതിൻ്റെ പ്രത്യേകത കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി സാത്താന് നിയന്ത്രിത ബുദ്ധി കിട്ടിയാൽ, അല്ലെങ്കിൽ ഈ റോബോട്ടിന് ഹൃദയം കിട്ടിയാൽ, പിശാചിൻ്റെ ആഗ്രഹം എന്താ? അവനെ വണങ്ങണം. എല്ലാവരും കേൾക്കണം. ഇതാ പാമ്പാഴി വരാൻ പോകുന്ന വട്ടിയൂർക്കാവില്ല. അവനെ വണങ്ങണം. പറയാം ആര്? യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി പിശാച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്ന് വണങ്ങിയാൽ മതി, എല്ലാം തരാം. അടുത്തത് ശദ്രക് മേശക് അബേദ്നെഗോ ഇന്നലെ രാത്രി പ്രസംഗിച്ചു. ദുരാസു സമഭൂമിയിൽ കൊണ്ടുപോയി പറഞ്ഞത് ഈ നെബൂഖദ്നേസർ സ്വോത്രകാഴ്ചയല്ല, ഒന്ന് വണങ്ങിയേക്കാൻ. സ്വോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിങ്ങളുടെ മൊബൈലിനകത്തും കമ്പ്യൂട്ടറിനകത്തും വരാൻ പോകുന്നു സാത്താൻ്റെ പ്രതിമ. അതായി കോവിഡിൻ്റെ മറവിൽ നിങ്ങളുടെ വാക്സിൻ ഡേറ്റ് കൊണ്ടുപോയെങ്കിൽ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, റിലയൻസിൻ്റെ 1100 GB ക്ലൗഡ് വന്നാൽ ഇന്ന് മനുഷ്യൻ മുഖാമുഖം സംസാരിക്കുന്നത് പോലെ സാത്താൻ്റെ മുഖം നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തും വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അവൻ്റെ മുഖം വന്നാൽ അവൻ വണങ്ങാൻ പറയും. വണങ്ങാൻ പറഞ്ഞില്ലെങ്കിൽ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കും, ഇൻ്റർനെറ്റ് മർഡർ. ബാക്കി ഇന്നത്തെ മലയാള മനോരമ വായിക്കണം. ഇന്ന് രാത്രി കേട്ടോണേ, കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുമോ? എല്ലാവരും ശ്രദ്ധയോടെ ഇത് കാണണം. ദാണ്ടേ ബാറ്ററി പൊട്ടിത്തെറിച്ചു. സാംസങ് 7 ഗാലക്സി നിർത്തി. സ്വോത്രം. ബാറ്ററി പൊട്ടിത്തെറിച്ചു. നമ്പർ 1. എല്ലാവരും ഇത് വ്യക്തമായിട്ട് കേൾക്കണം. തൃശ്ശൂരിൽ തിരുവല്ലാമല. അതുകൊണ്ട് നെഞ്ചുകീറി ഇത് പറയുന്നത്. ആദിത്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരച്ഛനും ഒരമ്മയ്ക്കും ഒരു മകൾ, 8 വയസ്സുകാരി മൊബൈൽ കളിച്ചു. രാവിലെ മൊബൈൽ പൊട്ടിത്തെറിച്ചു. അവൾ മരിച്ചു. കരമുയർത്തുന്നവർക്കായി തൃശ്ശൂർ തിരുവല്ലാമല. ദാണ്ടെ കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചു. അടൂർ മൊബൈൽ പൊട്ടിത്തെറിച്ചു. അത് കഴിഞ്ഞിട്ട് കർണാടകത്തിലെ തുംകൂർ ദാണ്ടെ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ വന്നു. അവൾ സംസാരിച്ചുകൊണ്ടിരുന്നു. മൊബൈലിനകത്തുനിന്ന് തീ. അവൾ കത്തി. പെട്രോൾ പമ്പും കത്തിപ്പോയി. ഇന്ന് രാത്രി വെമ്പായത്ത് പെട്രോൾ പമ്പിൽ തീപിടുത്തം. മൊബൈൽ പൊട്ടിത്തെറിച്ചു. ചെന്നൈയിൽ അരുമയാൻ ഒരു ബാലിബക്കാരൻ വാഗണർ കാറിൽ പോയി. മൊബൈലിൽ ഏതോ ഒരു സന്ദേശം വന്നു. സന്ദേശം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മൊബൈൽ ചൂടായി കാറോട് കത്തിപ്പോയി. അതുകൊണ്ട് ഇന്ന് രാത്രി പേയാട് പള്ളിമുക്കിൽ നിങ്ങൾ അതുവഴി പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ ഒരു വാക്യം ഒട്ടിച്ചിട്ടുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അത് ഇവിടുത്തെ പെട്രോൾ പമ്പുകാരന് പിടികിട്ടി. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ സ്കൂട്ടറിലോ വാഹനത്തിലോ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു അസാധാരണ സന്ദേശം വന്നാൽ, അതിൽ ഐസി ചൂടായാൽ, സ്പാർക്കിംഗ് ഉണ്ടായാൽ, ഇവിടെ 2 മൊബൈൽ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഈ ബോക്സിനകത്ത് കിറുകിറുപ്പ് ശബ്ദം വരുന്നത് പോലെ ഐസി ചൂടായാൽ, സ്പാർക്കായാൽ പേയാട് തീഗോളമാകും. അതുകൊണ്ട് ആ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ അത്ര ക്ലിയർ. കരമുയർത്തുന്നവർക്കായി. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം. സ്വോത്രം. അതിനാസ്പദമായി ദാണ്ടെ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുമോ? സ്വോത്രം. ഇന്ന് രാത്രി ഞങ്ങളിവിടെ പാടുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അനിൽ പാസ്റ്റർ അവിടെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം കൂടുതൽ വന്നാൽ മോണിറ്ററിന് കുഴപ്പമില്ല, താഴെ ആംപ്ലിഫയറിൽ നിന്ന് പുക വരും. അതുപോലെ ഇന്നത്തെ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത 5 കാര്യങ്ങൾ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ: 1 മൈക്രോ പ്രോസസ്സർ, 2 ടൈപ്പിംഗ് മോഡ്, 3 ലിഥിയം ബാറ്ററി, 4 ഇങ്ക് സ്ക്രീൻ അഥവാ കളർ സ്ക്രീൻ, സൈഡ് ബൾബ്, കുഞ്ഞം ബൾബ്. ഇതാ പൊട്ടുന്നത് അർത്ഥം. ഇന്ന് രാത്രി ചെന്നൈയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പേയാട് ഒരു പെൺകുട്ടി, 2 പേരുമായി നല്ല അടുപ്പം. രാത്രിയിൽ അവൾ ടാബും എടുത്ത് കയറും. ചെറുപ്പക്കാരൻ അവിടെ കയറും. പെൺകൊച്ചി ഇയർഫോൺ വെച്ച് ചില കാര്യങ്ങൾ പറയും. അവനും പറയും. അവൻ ചില കാര്യം പറയും. അവൾ അനുസരിക്കത്തില്ല. അവൾ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കുമ്പോൾ അവനൊരു മെസ്സേജ് അയക്കും. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം. ആ മെസ്സേജിൻ്റെ പേര് വൈറസ് മെസ്സേജ്. വി ആർ സേയിങ് NCS കമ്പ്യൂട്ടർ സയൻസിൽ അതിന് വിളിക്കുന്ന എക്സ്പ്ലോസീവ് മെസ്സേജ്. അത് വന്നാൽ പറയാം. ബാക്കി കേട്ടോണം. എൻ്റെ മുമ്പിൽ ഒരു ബൾബുണ്ട്. ഇതിനകത്ത് വോൾട്ടേജ് കൂടിയാൽ ആരും ഒന്നും ചെയ്യേണ്ട, തന്നെ അവൻ പൊട്ടിക്കളയും. സ്വോത്രം. ബൾബ് തന്നെ പൊട്ടിക്കളയും. അതുകൊണ്ട് അതിൻ്റെ മേളിൽ 220, 230 കപ്പാസിറ്റി ഇടുന്ന. സ്വോത്രം. സകല സാധനത്തിനും കപ്പാസിറ്റി ഇടുന്ന. സ്വോത്രം. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? പൊട്ടിത്തെറിക്കും. അതിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഇനിയുള്ള കാര്യം കേട്ടോണം. ഇനിയുള്ള കാര്യങ്ങൾ കേട്ടോണം. അതുകൊണ്ടുള്ള ഇന്നേ ചില മൊബൈൽ കമ്പനിക്കാർ നിങ്ങളോട് പറയും, അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുതെന്ന്. കേട്ടവർ കരമുയർത്താം. ചില മെസ്സേജ് വന്നാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യരുത്, സിസ്റ്റം ഹാക്കായി പോകും. ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? അതിൻ്റെ അർത്ഥം ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരനൊരു മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് വരുമ്പോൾ മൈക്രോ പ്രോസസ്സർ ചൂടാവും, ബാറ്ററി ഷോർട്ടാകുമ്പോൾ ദാണ്ടെ ഈ സ്ക്രീൻ പൊട്ടും. അങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്നത്തെ മനോരമ വായിക്കണം. ഉലകം, ഈ നിർമ്മിത ബുദ്ധി ഉലകത്തെ തീർക്കും. ജെഫ്രി ഹിൻഡൻ. ഇന്നത്തെ മനോരമ. കമ്പ്യൂട്ടർ മനുഷ്യകുലത്തിന്റെ അന്തകൻ. ഇന്നത്തെ മനോരമ വായിച്ചിട്ട് നാളെ വരണം. മനുഷ്യകുലത്തിൻ്റെ അന്തകൻ. ഇത് കൊല്ലങ്ങളായിട്ട് ഞാൻ പറയുന്നത്. ഇന്ന് മനോരമയ്ക്കകത്ത് അയാളെ ഇൻ്റർവ്യൂ ചെയ്തു മനോരമക്കാർ.
ഞങ്ങളുടെ ബൈബിളിനകത്ത്. അങ്ങനെയെങ്കിൽ ആര് ലാപ്ടോപ്പ് പിടിക്കത്തില്ല? രണ്ട് കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം, ബാക്കി നാളെ 9Gയിലേക്ക് നാളെ പ്രസംഗിക്കാം. ഞാൻ ആര് ലാപ്ടോപ്പ് പിടിക്കത്തില്ല? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, അദ്ദേഹം ദാണ്ട് ഇവിടെ കാറ്റാക്കട വന്നു. നിങ്ങളെല്ലാം പലരും പോയി കണ്ട് കല്ലൂരി മൈതാനത്ത്. അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കുന്ന ഇസ്രായേലിൻ്റെ മൊസാദ്. അദ്ദേഹം മൊസാദ് പറഞ്ഞിട്ടുണ്ട്, സാറേ ലാപ്ടോപ്പ് കൈക്കകത്ത് വയ്ക്കരുത്. സ്വോത്രം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ സാർ കഴിഞ്ഞ ദിവസം ഇന്നും പരിപാടി, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി, എവിടെയൊക്കെ പോയി, വെള്ളമുണ്ടും വെള്ളയുടുപ്പ് TPMലെ മൂപ്പനേക്കാനും തൂവെള്ള വസ്ത്രത്തിൽ പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ലാപ്ടോപ്പ് പോലുമില്ല. സ്വോത്രം പിടിക്കത്തില്ല. ഇന്ന് രാത്രി തൊട്ടടുത്ത് പോയാൽ മൂങ്ങാട് കട്ടക്കോട് കഴിഞ്ഞാൽ കാട്ടാക്കടയുണ്ട് DYSP ഓഫീസ്. അവിടെ ഇരിക്കുന്ന പലരും നമ്മുടെ സുഹൃത്തുക്കൾ. കാട്ടാക്കട DYSP ഇവിടെ പേയാടോ വിളപ്പിൽശാല ഒരു പരിപാടിക്ക് വരും. കയ്യിൽ ഒരു കുഞ്ഞു മൊബൈൽ കാണും, അല്ലെന്നുണ്ടെങ്കിൽ വാക്കി ടോക്കി പോക്കറ്റ് കാർഡ്. ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വിളപ്പിൽശാല നിന്ന് ഞെക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഞെക്കത്തില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ടെന്ന്. സ്വോത്രം. ഒന്നുകിൽ ഓഫീസിനകത്ത് എല്ലാ CIമാർക്കും ഇവിടെ വിളപ്പിൽശാല സ്റ്റേഷനിൽ ചെന്നാൽ മതി, അല്ലെങ്കിൽ കാട്ടാക്കട DYSP എല്ലാവർക്കും ക്രൈം സെല്ല് ഇവർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, അവർ പിടിക്കത്തില്ല. അതിൻ്റെ അർത്ഥം അറിയാം, ഇൻ്റർനെറ്റ് മർഡർ. 2018 എല്ലാവരും കേൾക്കണം. ഒരു വാക്കുകൂടി പറയുമ്പോൾ 2018 ഒരു സംഭവം ഉണ്ടായി. യൂറോപ്പോൾ ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ സംഘടന ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, സാറ് ലാപ്ടോപ്പ് പിടിക്കരുത്, യാത്രയിൽ ചൂടാവും. അതിനുശേഷം ഇനി അടുത്ത ഭാഗം കൂടെ നിങ്ങൾ കേട്ടോടോ. ഇന്ന് രാത്രി ഇവിടുന്ന് പ്ലെയിനകത്തുനിന്ന് തിരുവനന്തപുരത്ത് നിങ്ങൾ മസ്കറ്റിലോ ദുബായിലോ കുവൈറ്റിലോ പോകട്ടെ, 4 മണിക്കൂർ യാത്ര. കയറുമ്പോൾ പാട്ടുമെല്ലാം ഇയർഫോണിൽ കേൾക്കും. അവിടെ കയറുമ്പോൾ പെൺകുട്ടി പറയും, വി ആർ സ്റ്റാർട്ടിംഗ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ടു ദുബായ്, 345 അവർ ജേർണി, ഡു നോട്ട് യൂസ് ലാപ്ടോപ്പ് ഓർ മൊബൈൽസ്. ഈ സമയത്ത് പറക്കുന്ന സമയത്ത് ഉപയോഗിക്കരുത്. സ്വോത്രം. നിങ്ങളുടെ അതിനകത്ത് വല്ല പാട്ടോ കാര്യം ഉണ്ടേ ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റം വർക്ക് ചെയ്ത് നെറ്റ് എടുക്കരുതെന്ന് അവർ പറയും. എന്താണെന്ന് വെച്ചാൽ വൈബ്രേഷൻ ഉണ്ടാവും. അന്നേരം നമ്മുടെ ചേട്ടന്മാർ വിചാരിക്കും, ഓ ഈ പെൺകുട്ടി പറയുന്ന അവിടെ പണി നോക്കാം. സ്വോത്രം. നമ്മൾ മൊബൈൽ ഞെക്കും, ലാപ്ടോപ്പ് ഞെക്കും, ടാബും ഞെക്ക്. പിന്നെ കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ മാന്തിക്കൊണ്ടിരിക്കുക. അവളെല്ലാവരെയും ഒന്ന് നോക്ക്, അകത്ത് പോകും. സ്വോത്രം. അവർ നിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരു ജാമറുണ്ട്, കാന്തം പോലെ, ഒറ്റ ഞെക്ക്, ഒരു ചുമന്ന ലൈറ്റ് തെളിയും. പിന്നെ നെറ്റ് പോയിട്ട് കെറ്റുമില്ല നെറ്റുമില്ല, നീ അവിടെ ഇരുന്നുകൊണ്ടാൽ മതി. സ്വോത്രം. അതിനാസ്പദമായിട്ട് ഇന്ന് സഞ്ചാരികൾ വിമാന കമ്പനികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വൈഫൈ തരണം. എയർ ഇന്ത്യയും വിസ്താരയും എമിറേറ്റ്സും ഇത്തിഹാദും ഇപ്പോൾ അപകടമില്ലാത്ത രീതിയിൽ വൈഫൈ പ്ലെയിനകത്ത് കൊടുക്കാൻ സംവിധാനം കൊണ്ടുവരുന്നു. ഇതുകൊണ്ട് പ്ലെയിനകത്ത് ലാപ്ടോപ്പ് നിയന്ത്രിതമായി ഉപയോഗിക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു മെസ്സേജ് വന്നാൽ, ലാപ്ടോപ്പ് ചൂടായാൽ, പ്ലെയിനകത്ത് അത് കത്തിയാൽ വിമാനം താഴേക്ക് വീഴുന്നത് എയർലൈൻ കമ്പനികൾ കണ്ടെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ അത്ര ക്ലിയർ. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുക. മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് അതിനധികാരം. സാത്താൻ മനുഷ്യനെ കൊല്ലത്തില്ല, അവന് കൊല്ലാൻ അധികാരമില്ല. അങ്ങനെ അവൻ കൊല്ലിക്കും. ആ കൊലപാതകം തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞു തരാം. പാളയം MM ചർച്ച്, കാടൽ ജിൻസൺ രാജ, അപ്പൻ പ്രൊഫസർ, അമ്മ ഡോക്ടർ, അത് കഴിഞ്ഞ് പെങ്ങൾ MBBS, വീട്ടിലെ വേലക്കാരി. തിരുവനന്തപുരം ജില്ലയുടെ അവസാനം അമ്പൂരി കഴിയുമ്പോൾ തേക്കുപാറ സമാധാനപുരം 6 കാണി 10 കാണി കളിയൽ തിരിയുമ്പോൾ ഒരു സ്ഥലമുണ്ട് ഗണപതിക്കൽ. എല്ലാവരും കേൾക്കണം. അവിടെ ഞാൻ അരുമயான സൈദികെ കൊടുക്കാൻ പോയി. കാടൽ ജിൻസൺ രാജയുടെ വീട് അവിടുത്തെ ഊഴിയക്കാരനെ കൊണ്ട് കാണിച്ചു. 13 ഏക്കർ വീട്, അതിനകത്ത് റബ്ബർ, കോടിക്കണക്കിൻ്റെ വരുമാനം. തിരുവനന്തപുരത്ത് കണ്ണായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കവടിയാറിലേക്ക് പോകുമ്പോൾ നന്ദൻകോട് സുന്ദരമായി കോടിക്കണക്കിന് വീട്. നെയ്യാറ്റിൻകര ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തിനു വേണ്ടി കൊന്നു? പല പോലീസുകാരും പറഞ്ഞു അവൻ എന്താ മയക്കുമരുന്നിൻ്റെ അടമയല്ല, അവനെ റഷ്യയിൽ MBBS പഠിക്കാൻ വിട്ടു, അവൻ സാത്താനെ ആരാധിക്കാൻ പോയി. അവിടെ വെച്ച് സാത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ അവൻ മടങ്ങി വന്നു. ഇവിടെ രാത്രിയുടെ നിറവിൽ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടുമിട്ട് വെള്ളയമ്പലത്തും പേരൂർക്കട ബൈക്ക് വായിച്ചവൻ സാത്താനെ ആരാധിക്കുന്നവൻ. അവനോട് പിശാച് പറഞ്ഞു, കൊല്ല. ഒരു രാത്രി അപ്പനെയും അമ്മയും പെങ്ങളെയും ബന്ധുവിനെയും തൂണോട് കെട്ടി നിർത്തി അവൻ മഴുകൊണ്ട് അടിച്ചു കൊന്നു. പിറ്റേന്ന് പേരൂർക്കട പെട്രോൾ പമ്പിൽ നിന്ന് പാളയം MM ചർച്ചിലെ ചെറുപ്പക്കാരൻ കാടൽ ജിൻസൺ രാജ 4 പേരെയും കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ വരുന്ന വഴിയിൽ പൂജപ്പുര ജയിലിൽ എവിടെ കിടപ്പുണ്ട്. പോലീസുകാരെന്തോ മണ്ണാങ്കട്ടയോ പറയട്ടെ, അവൻ മയക്കുമരുന്നല്ല, അവൻ സാത്താനെ ആരാധിക്കുന്നവൻ. അവൻ്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാൻ പോകുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പട്ടണത്തോട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. സ്വോത്രം. 2 കേട്ടോ,
ഇതെല്ലാം തിരുവനന്തപുരം 100% സാക്ഷരത. എന്നും രാത്രി ഞാൻ ഈ പട്ടണത്തിലുണ്ട്. ഈ മോന കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ടുവിടുന്നത്. ഇവിടെയുള്ള എല്ലാവരുമായിട്ടും എനിക്കറിയാം. കഴിഞ്ഞ ദിവസം കേട്ടോ, വട്ടിയൂർക്കാവിൽ ലാറ്റക്സ് ജോലിയുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു. 2 മിനിറ്റ് കേൾക്കണം. ഒരു മകളെയുള്ള ആര്യ, അവൾ പഠിപ്പിക്കുന്ന എവിടെയാണെന്നറിയാമോ? പാണൻവിളക്കപ്പുറത്ത് ശ്രീകാര്യം പോകുന്ന റോഡിൽ ലീക്കോള ചെമ്പക സ്കൂൾ. എൻ്റെ കൂട്ടുകാരൻ അവിടുത്തെ അധ്യാപകൻ. ഇത്രയും ക്ലിയർ ഉണ്ടോ പറയുന്നത്? തർക്കിക്കാൻ ആരും വരത്തില്ല. എല്ലാം എൻ്റെ കയ്യിൽ കറക്റ്റ് രേഖയുണ്ട്. ലീക്കോള ചെമ്പക സ്കൂളിൽ എൻ്റെ കൂട്ടുകാരൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഈ പെൺകൊച്ച് ഫ്രഞ്ചാ പഠിപ്പിക്കുന്നത്. അവിടെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ദേവി. അവളുടെ പേരാ വട്ടിയൂർക്കാവി. അവൾ ആയുർവേദ ഡോക്ടർക്കാ. പക്ഷേ അവൾക്ക് ജർമ്മൻ ഭാഷ നല്ലതുപോലെ അറിയാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നു. അവളെ കെട്ടിയ ചെറുപ്പക്കാരനാ പാമ്പാടിക്കാരൻ നവീൻ. ഇവർ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹം ഒരുമിച്ച് കല്യാണം കഴിച്ചു. അവർ സാത്താനെ ആരാധിക്കുന്നവരായിരുന്നു. ആ കൂട്ടത്തിൽ ഈ പെൺകുട്ടി ആര്യയെ പെടുത്തിക്കളഞ്ഞു. 29 വയസ്സുള്ള ആര്യയുടെ കല്യാണം ശരിയായി. എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി കല്യാണം ശരിയായി. ചെറുക്കനെ കണ്ടു, മന്ത്രകോടി മോതിര കൈമാറ്റം നടത്തി. കല്യാണം നടക്കുന്ന ഈ ചിങ്ങമാസത്തിലാണ്. അതിനു മുമ്പ് ഈ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ ദിനമാകുന്നതിന് മുമ്പിട്ട് ഈ ചെറുപ്പക്കാരനും പെൺകുട്ടിയും ആര്യമായിട്ട് എവിടെ പോയി? അരുണാചൽ പ്രദേശ്. എല്ലാവരും കേൾക്കണം. അവർ 10 ദിവസത്തെ ടൂറിന് പോയി. 4 ദിവസം അവർ അടുത്തടുത്ത റൂമുകളിൽ താമസിച്ചു. സാത്താനെ ആരാധിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഈസ്റ്റർ സമയം. ഇവിടെ വെച്ച് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് പുനർജന്മം കിട്ടും. കരമുയർത്തുന്നവർക്ക് സ്തോത്രം. ബാക്കി ഏഷ്യാനെറ്റ് FIR നോക്കണം, എൻ്റെ പ്രസംഗമല്ല. മാതൃഭൂമി നോക്കണം, പോലീസ് ഡയറി എല്ലാത്തിലുമുണ്ട്. അവരാരുമായിട്ട് ചാറ്റ് ചെയ്ത് ഈ പോലീസ് എല്ലാ കാര്യവും കൊണ്ടുവരത്തില്ല. സ്തോത്രം. ഞാനതിന് ഭയങ്കര എതിരാണ്. ഇതിനകത്തുള്ള നല്ല സിറ്റി ഭരിക്കുന്ന തൊട്ട് ഓഫീസിലിരിക്കുന്ന പലരും ഫുൾ ടൈം എൻ്റെ പ്രസംഗം കേൾക്കുന്നു. എൻ്റെ സ്നേഹിതരുമാണ്. പല കാര്യങ്ങളും അവർ പുറത്തു കൊണ്ടുവരത്തില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഞാനത് പറയുന്നില്ല. സ്തോത്രം. ഇതിൻ്റെ പിൻപിൽ 4-ാമൻ ഒരുവനുണ്ട്. പക്ഷേ അത് പുറത്തു വരുന്നില്ല. സ്തോത്രം. അവനായി മെസ്സേജ് കൊടുത്തത്. അവൻ മെസ്സേജ് കൊടുത്ത കാര്യമുണ്ട്. ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾ ഇവിടെ മരിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങൾ കന്യഗ്രഹങ്ങൾ ഉയർത്തെഴുന്നേൽക്കാം. 6-ാം ദിവസം തൊട്ട് ഭയങ്കരമായ ചാറ്റിങ്. അതിനവർ വഴി കണ്ടെത്തി. ആര്യയ്ക്കും ദേവിക്ക് രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന് അവൻ കൊടുത്തു. ചെയ്തതെന്താ? ശരീരം മുഴുവൻ വരഞ്ഞിട്ട് കത്തി കൊണ്ട് കീറിയിട്ട് കാലിനകത്ത് വരച്ചു വെച്ച് 666. തീർന്നില്ല. തിരുവനന്തപുരം കേട്ടോ, 2 പെൺകുട്ടികളെയും കൊന്നു. അതിനുശേഷം അവന് മരിക്കാൻ ബുദ്ധിമുട്ട്. ശരീരം വരച്ചിട്ട് അവനും കെട്ടി തൂങ്ങി. ആ ബോഡി അരുണാചൽ പ്രദേശ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി. ഏഷ്യാനെറ്റിന്റെ ക്യാമറാമാൻമാർ പറഞ്ഞു, സാറേ ഒന്ന് കാണിക്കോ? കാണിക്കത്തില്ല. ശരീരം മുഴുവൻ വരഞ്ഞിരിക്കുന്നു. 666 മുദ്രയുമായി 3 പേരുടെ മരണം തിരുവനന്തപുരത്ത് നടന്നെങ്കിൽ ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കാന്തന്റെ വരവടുത്തുപോയി. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയാൽ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പച്ചയ്ക്ക് ഞാൻ പറയാ, നാട്ടുകാർ കേൾക്കട്ടെ. തിരുവനന്തപുരം മണ്ണന്തല മുതൽ തിരുമല വരെ സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രമുണ്ട്. സ്തോത്രം. നാട്ടുകാരല്ല പറഞ്ഞത്, ഇവിടുത്തെ പോലീസുകാരാണ് പറഞ്ഞത്. സ്തോത്രം. അവർക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവരെയും ഒന്നും എവിടെയും പിടിക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പെങ്കൊച്ചിനെ തട്ടി കൊണ്ടുപോയി. സ്തോത്രം. ലോകം മൊത്തം ഞെട്ടിയത്. എൻ്റെ വീട്ടിൻ്റെ 8 കിലോമീറ്റർ ദൂരമുള്ളൂ. സ്തോത്രം. അതിനകത്ത് പറഞ്ഞ് 10 ലക്ഷം രൂപയ്ക്കാന്ന് തട്ടിക്കൊണ്ടുപോയവൻ്റെ വീട് എൻ്റെ അടുത്തുനിന്ന് 4 കിലോമീറ്റർ. പപ്പനും അനിതയും മോളും അവരെ 2 വണ്ടി വിറ്റാൽ 10 ലക്ഷം രൂപ കിട്ടും. സ്തോത്രം. തട്ടിക്കൊണ്ടുപോയതൊക്കെ വേറെ കഥയാണ്. അതിനകത്ത് 3 പേരെ ജയിലിലുള്ളു. ഇപ്പോഴും തന്ത പറയുന്ന 4-ാം വരവിനുണ്ടെന്ന്. കേരള പോലീസ് കണ്ടില്ല. ഇനി യോന പെട്ടകത്തിൽ കയറിയുള്ള സ്ഥലം വിട്ടുമെന്ന് അറിയത്തില്ല. സ്തോത്രം. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ നിയമങ്ങളെല്ലാം മാറും. ഞങ്ങൾക്ക് പറയുന്നതിന് ഒരു ഭയവും ഇല്ല. സ്തോത്രം. 10 ലക്ഷം രൂപയ്ക്ക് തട്ടിക്കൊണ്ടുവന്ന് ഏത് റിപ്പോർട്ട് ആരെഴുതിയെന്ന് എനിക്കറിയത്തില്ല. അവരെ വീട്ടിൽ കിടക്കുന്ന 2 കാറ്, കൊട്ടാരം പോലൊരു വീട്, 4 ഏക്കർ ഭൂമി ചാത്തന്നൂർ, പരവൂർ കായൽ, തെങ്കാശിക്കകത്ത് 8 ഏക്കർ, 10 ലക്ഷം ഉലുവയ്ക്ക് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകും. സ്തോത്രം. ഏത് FIR, ഏത് പോലീസ്? സ്തോത്രം. പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ് 2 കാറ് വിറ്റാൽ. സ്തോത്രം. ഇത്ര ഇതായിട്ട് കാര്യം. ഇതൊരു അന്ത്യകാലമാണ് മക്കളെ. ഈ നിയമങ്ങളും ഭരണങ്ങളും എല്ലാം മാറിയേ പറ്റത്തുള്ളൂ. അത് എതിർക്രിസ്തു വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ദൈവമക്കൾക്കായി വട്ടിയൂർക്കാവിൽ കണ്ടു ഒരച്ഛൻ്റെ ഏകമകൾ ആര്യ ദേവി. ബൈബിളിനകത്തുണ്ടോ? ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുമോ? യോഹന്നാൻ 16:2. കുഞ്ഞൊരു വാക്യം കൂടെ വായിക്കും, പാട്ടുപാടി ഇന്ന് അവസാനിപ്പിക്കാം. യോഹന്നാൻ 16:2 വായിച്ചോട്ടെ. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത് അവിടെ നിൽക്കട്ടെ. അടുത്തത് നിങ്ങളെ കൊല്ലുന്നവർ. വായിച്ചോട്ടെ മോളെ. നിങ്ങളെ കൊല്ലുന്നവനല്ല, ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. കരമുയർത്തുന്നവർക്കായി കാടൽ ജിൻസൻ രാജയോട് പിശാച് പറഞ്ഞു, അപ്പനെയും അമ്മയെയും പെങ്ങളെയും കൊന്നാൽ ദൈവത്തിന് വഴിപാട്. സാധാരണ പുള്ളികളല്ല. 2 ആയുർവേദ ഡോക്ടർ. ആര്യ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന നല്ല 2 ബിരുദമുള്ളവളാ.
പേപ്പർ വായിച്ചായിരുന്നു ഇതൊക്കെ. സ്വോത്രം വായിക്കണം. അവിടെ മന്ത്രകൂടി ഉടുപ്പിച്ച ആ കുഞ്ഞിനെ കൊണ്ട് പട്ടട വെപ്പിച്ച സ്വോത്രം, കല്യാണത്തിനിട്ട ഉറപ്പീരിൻ്റെ മോതിരം, ഇതൊക്കെ കാണണം. ഇതാടക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തെന്നുണ്ടതോ? ഇവരിൽ സാത്താൻ പ്രവർത്തിക്കും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. അടുത്തത് അതിലൊരുത്തനാ ഏലത്തൂർ ട്രെയിൻ സ്ഫോടനം. ഡൽഹിക്കാരൻ ഷാരൂഖ് സൈഫി, അത് ഇന്നത്തെ പ്രശ്നക്കാരൻ അജിത് കുമാർ എന്ന് പറഞ്ഞു. അവനോട് ചോദിച്ചപ്പം അജിത് കുമാറിനോട് പറഞ്ഞു, ADGP കൊഴിഞ്ഞിരിക്കുന്ന ADGPയോട് പുള്ളി പറഞ്ഞതാ, മനുഷ്യനെ കൊന്ന സ്വർഗത്തിൽ പോകാന്ന്. ഡൽഹി കിടക്കുന്ന ഏലത്തൂരി വന്ന് ട്രെയിൻ സ്ഫോടനം. ഇന്ന് രാത്രി ഇതിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീണ് പോകരുത്. ഈ സത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പോകാതിരിപ്പാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മക്കളുടെ അകത്തൊരു ശക്തി വേണം. ആ ശക്തിയുടെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. കരം ഉയർത്തുന്നവർക്കായി അതുള്ളവനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഐ വിൽ വൈൻഡ് അപ്പ് മൈ മെസ്സേജസ്. 2 കാര്യം. ഒന്ന്, സാത്താന്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരാൻ കാലമായി. എന്നാൽ ആ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരം ഉയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. 2, ഒന്ന് അവൻ്റെ പ്രതിമ. 2ാമത്തെ കാര്യം, അടുത്തത് നിങ്ങളോട് പറയാം, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കിട്ടും. അതിൻ്റെ പേരാ ബ്ലൂ ബ്രെയിൻ. അതിന് ആത്മാവിനെ കിട്ടുന്നതിന് മുമ്പ് ഇവിടെ നിന്നൊരു കൂട്ടം എടുക്കപ്പെടും. ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. എല്ലാവരും ആ വലത് കരമൊന്ന് ഉയർത്തിയാട്ടെ. വലത് കരം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു.